എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് PSC ചോദിച്ച ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ 4 ഓപ്ഷൻ്റെ വിശദീകരണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളിലും അവയുടെ കാലഗണനയിലും തെറ്റായ ജോഡി ഏതെന്ന് കണ്ടെത്തുക. പാലിയം സത്യാഗ്രഹം നടന്നത് 1947-48. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തെറ്റായ ജോഡി കണ്ടെത്തുവാനാണ്. നിവർത്തന പ്രക്ഷോഭം 1935-ലാണ്. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ്. നിവർത്തന പ്രക്ഷോഭം നടന്നത് 1932-ലാണ്. പട്ടിണി ജാഥ 1936. ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. അതും ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ നോക്കുമ്പോൾ സി ആണ് ആൻസർ ഓപ്ഷൻ സി. ഇതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകാം. പാലിയം സത്യാഗ്രഹം എന്താണെന്ന് നോക്കാം. പാലിയം സത്യാഗ്രഹത്തിനുള്ള കാരണം 1940 കാലഘട്ടത്തിൽ പാലിയം ക്ഷേത്രത്തിന് മുന്നിലുള്ള ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാരം താഴ്ന്ന ജാതിക്കാർക്കും അഹിന്ദുക്കൾക്കും നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. അതായത് പാലിയം സത്യാഗ്രഹത്തിനുള്ള കാരണം എന്ന് പറയുന്നത് ചേന്നമംഗലം റോഡ് വഴിയുള്ള സഞ്ചാരം താഴ്ന്ന ജാതിക്കാർക്കും അഹിന്ദുക്കൾക്കും നിഷേധിച്ചിരുന്നു. ഇതിനെതിരെ നടന്ന സത്യാഗ്രഹമാണ് പാലിയം സത്യാഗ്രഹം. പാലിയം സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തത് 1947 ഡിസംബർ 4-നാണ്. സി കേശവനാണ് ഉദ്ഘാടകൻ. പാലിയം സത്യാഗ്രഹം നടന്ന പ്രദേശം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പാലിയം സത്യാഗ്രഹത്തിൽ രക്തസാക്ഷിയായത് ആരാണ്? AG വേലായുധൻ. പാലിയം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ കൊടുങ്ങല്ലൂർ കോവിലകത്തെ വനിതകൾ ആരൊക്കെയാണ്? കുഞ്ഞൂട്ടി, രമ, ഇന്ദിര, കൊച്ചിക്കാവ്. ഇവരുടെ നേതൃത്വത്തിലാണ് ശ്രീദേവി എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. പാലിയം സത്യാഗ്രഹത്തോട് അനുബന്ധിച്ച് സൗഹൃദ ജാഥ നയിച്ചത് ആരാണ്? KK കൗസല്യ. പാലിയം സത്യാഗ്രഹത്തെ തുടർന്ന് സ്ത്രീകളും സത്യാഗ്രഹം തുടങ്ങി എന്ന തലക്കെട്ട് നൽകി ലേഖനം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ്? മലയാളം മനോരമ. അടുത്തത് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം നടന്നത് എന്നാണ്? 1932-ലാണ്. തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണ പരിഷ്കാരങ്ങളോടുള്ള പ്രതിഷേധമായി ആരംഭിച്ച പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ പ്രധാന നേതാക്കൾ സി കേശവൻ, TM വർഗീസ്, NV ജോസഫ്, PK കുഞ്ഞ്. നിവർത്തന എന്ന വാക്ക് ആരുടെ സംഭാവനയാണ്? IC ചാക്കോയുടെ. നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ ആരംഭിച്ച സംഘടന സംയുക്ത രാഷ്ട്രീയ സഭ. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. പല PSCക്കും ചോദിച്ചിട്ടുള്ളതാണ്. അതാണ് നിവർത്തന പ്രക്ഷോഭം. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായത് എന്നാണ്? 1936. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? GD നോക്സ്. തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആയി മാറിയത് വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. 1956-ലാണ് തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള PSC ആയി മാറിയത്. കേരള PSCയുടെ ആദ്യ ചെയർമാൻ ആരാണ്? VK വേലായുധൻ. ഡോക്ടർ MR ബൈജു ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ. അപ്പോൾ ആദ്യത്തെ ചെയർമാൻ VK വേലായുധനും ഇപ്പോഴത്തെ ചെയർമാൻ MR ബൈജുവുമാണ്. നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആരാണ്? സി കേശവൻ. സി കേശവൻ കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് എന്നാണ്? 1935. തിരു-കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സി കുഞ്ഞിരാമൻ. തിരു-കൊച്ചി പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ സി കുഞ്ഞിരാമൻ. ഇനി അടുത്തത് പട്ടിണി ജാഥ. പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലൻ.
AK ഗോപാലന് AKG എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ പട്ടിണി ജാഥയെക്കുറിച്ച് പറയുമ്പോൾ വേറെ 4 ജാഥയെക്കുറിച്ചും അതിനോട് അനുബന്ധിച്ച് പഠിക്കാനുണ്ട്. മലബാർ ജാഥ, അത് AK ഗോപാലൻ 1937, അതായത് പട്ടിണി ജാഥ കഴിഞ്ഞതിന് ശേഷം അടുത്ത വർഷം ആണ് മലബാർ ജാഥ AK ഗോപാലൻ നയിച്ചത്. കർഷക ജാഥ AK ഗോപാലൻ തന്നെയാണ് 1960 നയിച്ചത്. ഇനി യാചന യാത്രയാണ് VT ഭട്ടതിരിപ്പാട് 1931. അപ്പോൾ VT ഭട്ടതിരിപ്പാട് 1931 നയിച്ച ജാഥ ഏതാണെന്ന് വെച്ചാൽ യാചന യാത്ര. സാമൂഹ്യ പരിഷ്കരണ ജാഥ, അതും VT ഭട്ടതിരിപ്പാട് 1968 നയിച്ച ജാഥയാണ്. അപ്പോൾ ഈ 4 ജാഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിച്ചിരിക്കണം. ഇനി AK ഗോപാലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആയില്യത്ത് കുറ്റ്യാരി ഗോപൻ നമ്പ്യാർ എന്ന AKG കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു. സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹ്യ പ്രവർത്തകൻ, തൊഴിലാളി നേതാവ്, ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സ്വാതന്ത്ര്യ സമര സേനാനി, സാമൂഹ്യ പ്രവർത്തകൻ, തൊഴിലാളി നേതാവ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ സ്ഥാപകൻ എന്നീ മേഖലകളിൽ AKG. ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം തടവിലായ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് AKG ആണ്. ഇനി ഗുരുവായൂർ സത്യാഗ്രഹം 1931-32. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ 31 എന്നും കാണാറുണ്ട്, 32 എന്നും കാണാറുണ്ട്. അപ്പോൾ രണ്ടും കറക്റ്റാണ്. ഇത് ആരംഭിച്ചത് 1931 നവംബർ 1 എന്തായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം? ഗുരുവായൂർ ക്ഷേത്രം എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുക എന്നതായിരുന്നു. സവർണർക്ക് മാത്രമേ അതിൽ കയറാനുള്ള അനുവാദമുണ്ടായിരുന്നുള്ളൂ. അതെല്ലാം മാറി എല്ലാ ഹിന്ദുക്കൾക്കും തുറന്നു കൊടുക്കുക എന്നതായിരുന്നു ഗുരുവായൂർ ക്ഷേത്രം ഈ ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ ലക്ഷ്യം. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ ക്ഷേത്ര ട്രസ്റ്റി ആരായിരുന്നു? സാമൂതിരിയായിരുന്നു. അപ്പോൾ ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുമ്പോൾ ക്ഷേത്ര ട്രസ്റ്റി സാമൂതിരി ആയിരുന്നു. സത്യാഗ്രഹ കമ്മിറ്റിയുടെ അധ്യക്ഷൻ മന്നത്ത് പത്മനാഭൻ. സത്യാഗ്രഹ കമ്മിറ്റിയുടെ സെക്രട്ടറി കേളപ്പൻ. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ വളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ. ഇതെല്ലാം PSCക്ക് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അത് വളരെ പോയിൻ്റ് ഔട്ട് ചെയ്ത് പഠിക്കാം. കണ്ണൂരിൽ നിന്നുള്ള T സുബ്രഹ്മണ്യൻ തിരുമുമ്പിൻ്റെ നേതൃത്വത്തിൽ ആദ്യ സംഘമാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. 1932 സെപ്റ്റംബർ 21 കേളപ്പൻ നിരാഹാരം ആരംഭിച്ചു. ഗാന്ധിജിയുടെ ഉപദേശമനുസരിച്ചിട്ട് 1932 ഒക്ടോബർ 2 ഗുരുവായൂർ സത്യാഗ്രഹം പിൻവലിച്ചു. അപ്പോൾ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം പിൻവലിച്ചത് ആരുടെ ഉപദേശമനുസരിച്ച് അല്ലെങ്കിൽ എന്ന്? ഇത് രണ്ടും ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിൽ ഇത് ചോദിക്കാം. ഇനി ഗുരുവായൂർ സത്യാഗ്രഹത്തെക്കുറിച്ചുള്ള പ്രധാന കേരള PSC മുൻവർഷത്തെ ചോദ്യങ്ങൾ ഒന്ന് നോക്കാം. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം 1931. ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? കേളപ്പൻ. താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിൻ്റെ നവതി, അതായത് 90 വർഷം ആണ് 2021? ഗുരുവായൂർ സത്യാഗ്രഹം. അപ്പോൾ ഇതോടെ ഒരു ക്വസ്റ്റ്യനും അതിനോടനുബന്ധിച്ചിട്ടുള്ള 4 ഉത്തരങ്ങളുടെ വിശദീകരണവും കഴിഞ്ഞു. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസുമായിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.